നമ്മള് എടുക്കാൻ പോണേ പറഞ്ഞെടുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാണ്. നമ്മളിതാ ഹോട്ടലാണോ ചാമ്പ്യൻസ് ആണോ ഏറ്റവും അടിപൊളി ഫുഡ് നമ്മൾ പുറത്ത് സ്ട്രീറ്റുകാരോട് ചോദിക്കാൻ പോവാണ്. ഒരാൾ കിട്ടിയിട്ട് നമ്മൾ ചോദിച്ചത്. ഹലോ, നമ്മൾക്ക് സംശയം തീർക്കാനാണ്. ഇപ്പോൾ ഇവിടെ കോമ്പറ്റീഷനിൽ വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ പ്രശ്നമുണ്ടോ? നമ്മളിവിടെ ചാമ്പ്യൻസ് ഉണ്ട്, ഹോട്ടലുണ്ട്. ഒരേ ഭക്ഷണമാണ്. ഇത് ഏറ്റവും അടിപൊളി ഭക്ഷണം ഏതാണ്? ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണമാണ് എല്ലാത്തിനും മെയിൻ. ചാമ്പ്യൻസ് ആയാലും ഹോട്ടലായാലും നമുക്ക് ഹോട്ടൽ ട്രൈ ചെയ്ത് നോക്കി. നമുക്ക് വേറെ രണ്ട് സ്റ്റുഡൻസിനെ കിട്ടിയായി. ഹലോ ഹലോ യൂട്യൂബ് ചാനൽ വരികയാണ്. നമ്മൾ താമസിക്കുക നമ്മൾക്ക് ഒരു നാട്ടിലാണ്. അപ്പൊ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നാണല്ലേ പറഞ്ഞത്. നമ്മളൊരു സംശയം തീർക്കാനാണ്. എല്ലാവരും ഒരു സംശയമാണത്. നമ്മളെ കോമ്പറ്റീഷനുള്ള ചാമ്പ്യൻസും ഏരിയയിലോട്ടിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായ ഭക്ഷണം കഴിച്ചത് പറയുകയാണെങ്കിൽ ഇപ്പൊ രണ്ടും നല്ല ഭക്ഷണം അടിപൊളി. നല്ലൊരു അഭിപ്രായമാണ് ഇവിടുന്ന് കിട്ടിയത്. എന്താ പഠിക്കാണോ? ഒരു സംശയം തീർക്കാനാണ്. ഇന്ത്യൻ ഹോട്ടലാണോ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ആണോ ഏറ്റവും അടിപൊളി? രണ്ട് നല്ല കോമ്പറ്റീഷൻ ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ചാമ്പ്യൻ ഹോട്ടലാണ്. നമ്മൾ അടുത്തൊരാളോട് ചോദിക്കാൻ ആർക്കും ആ സൈഡില്ല. 10 കസാല ഉണ്ട്. നമ്മളെ ഒരു വ്ലോഗ് എടുക്കുന്നുണ്ട്. നമ്മളൊരു സംശയമാണ്. നമ്മളിവിടെ മെയിനായിട്ട് കോമ്പറ്റീഷൻ ചെയ്യുന്ന 2 ടീമാണ് ഈ ചാമ്പ്യൻസ് എന്ന ഏരിയയിലോട്ട്. അപ്പൊ നിങ്ങളൊരു അഭിപ്രായം വെച്ച് ചാമ്പ്യൻസ് ഹോട്ടലാണ് ഏരിയയിലോട്ടാണ്? നിങ്ങളൊരു അഭിപ്രായം വെച്ച് നാരങ്ങാടിയാണ് ബെസ്റ്റ്. ഞാൻ താങ്കളുടെ അഭിപ്രായം? ഹോട്ടലും പോയില്ല. നമ്മൾ ഇന്ന് എന്നാ കഴിച്ചാലോ? നല്ല അടിക്കണം എന്നാണ് അവര് പറഞ്ഞത്. ഒരാൾക്ക് 4 പൊറാട്ടയും 2 പഴംപൊരിയും 1 വെള്ളപ്പം വെച്ചാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ നല്ല പറയാലോ, റൈറ്റ് വളരെ ചെറിയ റൈറ്റ്. നല്ല ബീഫാ. പഴംപൊരി നല്ല ചൂടുണ്ട്. പഴംപൊരി ബീഫ് ഇങ്ങനെ എടുത്തതാ. എന്താണ് ഒരു മൂടുണ്ട് സാധനം കണ്ടേ സെറ്റാ. അഭിപ്രായം പറയും. ഒരാടെ സാധനം ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒരു ഫൈറ്റ് എടുക്കും. കാത്തുന്നോ എന്താ ഭക്ഷണം ഒക്കെയാണ്. പക്ഷെ ഇവിടുത്തെ നാട്ടുകാര് ഒരു കളവൻ ഭയങ്കര സീനാണ്. നമ്പർ ബോർഡ് അതാണ് വണ്ടി TVS-ന്റെ. ഫുഡാണ്ട് ക്യാമറമാൻ